മറക്കാം TJ ആന്റണി ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്. 1953 മരണം കവാത്ത് നടത്തിപ്പോയ മട്ടാഞ്ചേരി തെരുവിലൂടെ നിരോധാജ്ഞ ലംഘിച്ച് ഒരു ജാഥ മുന്നേറും. ജാഥയ്ക്ക് മുന്നിൽ ചോരയിൽ കുളിച്ച തൊഴിലാളിയെ തോളിലേക്ക് ആന്റണിയാശാൻ അലറും. കാട്ടാളന്മാർ നാടുഭരിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാം. അതുകൊണ്ട് ദൈവം പുരോഹിതനോട് ആക്രോശിച്ചു, അടക്കട പള്ളിവാതിൽ. കൊച്ചിയുടെ അടിത്തട്ടിൽ മനുഷ്യർ മലിനജലമായിരുന്നു. ഊറക്കിടാത്ത ഉപ്പുകാറ്റായിരുന്നു. ചളിയും ചാരവുമായിരുന്നു. ചകിരിച്ചോറും ചിരട്ടക്കരിയുമായിരുന്നു. മഴയിൽ കുതിർന്നു, വെയിലിൽ കരിഞ്ഞും കപ്പലിന്റെ പിണ്ണാക്കു തിന്നും അവർ അതിജീവിച്ചു. ആടിപ്പഴുതുള്ള കൈയുയർത്തി ആന്റണിയാശാൻ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ഇൻകുലാബിന്റെ മക്കളാക്കാം. ഇടകിമറയുന്ന ചരിത്രത്തെ നോക്കി ആന്റണിയാശാൻ ആജ്ഞാപിച്ചു, നാടകമുണ്ടാവട്ടെ. നാറുന്ന മണ്ണ് നാടകവേദിയായി. ചളിയിൽ നിന്നും ചാരത്തിൽ നിന്നും കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും മനുഷ്യർ ഉയിരിടും. മത്തിയും മണ്ണെണ്ണയും മണക്കുന്ന ഭാഷയുമായി ചേർച്ചു വയ്ക്കുന്ന വാക്കുകളുമായി ജീവന്റെ ഈറപ്പോടെ അരങ്ങിലെത്തി. അരമനയിൽ നിന്ന് അരങ്ങിലെത്തിയ പിതാവ് ചോദിച്ചു, അന്തോണി, നീ എന്താ പള്ളിയിലോട്ട് വരാതെ? അന്തോണി മണത്തു, ക്രിസ്തു വരാൻ മണിക്കുന്നിടത്ത് ഞാനെന്തിനു വരണം? വെള്ളിത്തിര ആന്റണിയാശാനെ വിളിച്ചു. അന്തോണി, വരിക, നിന്റെ സമയം ആഗതമാണ്. ആശാൻ ചോദിച്ചു, സകലതും വിട്ട് ഞാൻ വന്നാൽ എനിക്ക് എന്തു കിട്ടും? വെള്ളിത്തിര പറഞ്ഞു, നിന്നെ ഞാൻ നിത്യജീവന് അവകാശിയാണ്. ഭരത് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട അന്ന് ആഘോഷിക്കാൻ ഒരു കുപ്പി മദ്യവുമായി 2 ശിഷ്യന്മാർ ആശാനെ കാണാനും. തിലകനും ശ്രീമൂലനഗരം മോഹനൻ സാക്ഷ്യം പറയും, അന്ന് വീട്ടിൽ ഒരു പിടി കടല വേവിച്ചത് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളത് പങ്കിട്ടു. ആകാശത്തിലെ പറവയായിരുന്നു ആന്റണിയാശാൻ. വിതച്ചില്ല, കൊയ്തില്ല, കളപ്പുരയിൽ ഊട്ടിവെച്ചില്ല. രക്തത്തിന്റെ നിലവിളിയെ പിന്തുടർന്നപ്പോഴും ചുവന്ന കുതിരപ്പുറത്തു കയറി ആന്റണിയുടെ കുരിശ് ആന്റണി തന്നെയായിരുന്നു. മേരിക്കേച്ചി അത് താങ്ങി കൂടെ. മക്കൾ കരഞ്ഞുകൊണ്ട് പിറകെപ്പോയി. അവരെല്ലാം സഹിച്ചു, അവസാനം വരെ സഹിച്ചു, അതിനുമപ്പുറം സഹിച്ചു. ആന്റണിയാശാൻ എല്ലാം പങ്കിട്ടു. അപ്പവും വീഞ്ഞും ദുഃഖവും എല്ലാം പങ്കിട്ടു. വിഷം മാത്രം പങ്കിട്ടില്ല. ടൗൺ ഹാളിന്റെ രംഗവേദിയിൽ തടവറയുടെ മധ്യത്തിൽ മങ്ങിത്തുടങ്ങുന്ന വെളിച്ചത്തിൽ സോക്രട്ടീസിന്റെ ജ്ഞാനപീഠത്തിൽ ആശാനിരിക്കുന്നു. ശാന്തഗംഭീരനായി അദ്ദേഹം പറയുന്നു, എന്തിനു വൈകിക്കുന്നു? വിഷം കൊണ്ടുവരാൻ പറയും. ആശാനെ, മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത എല്ലാ സംസ്കാരങ്ങളുടെയും മുഖത്ത് സ്വന്തം ചോര തുപ്പിക്കൊണ്ട് അങ്ങ് കടന്നുപോയി. അത് ഞങ്ങൾ മറക്കാം. ആശാനെ, മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത എല്ലാ സംസ്കാരങ്ങളുടെയും മുഖത്ത് സ്വന്തം ചോര തുപ്പിക്കൊണ്ട് അങ്ങ് കടന്നുപോയി. അത് ഞങ്ങൾ മറക്കാം.